ഹലോ ഗായ്സ്, ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഹോക്കറാസ് എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് വേറെ ആരുടെയും കഥയല്ല, എൻ്റെ തന്നെ സ്വന്തം കഥയാണ്. അപ്പോൾ ജീവിതത്തിൽ ഡിപ്രഷൻ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി ഇതെല്ലാം അനുഭവിച്ചിരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എന്തെല്ലാം ചെയ്തിരുന്നു, എന്തെല്ലാം ചെയ്യാൻ കേപ്പബിലിറ്റി തോന്നിയതിന് ശേഷം ഞാൻ അതിനെന്തെല്ലാം അപ്ലൈ ചെയ്തിരുന്നു, എന്തെല്ലാം ഇപ്പം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കലാണ് അതിൻ്റെ പ്രധാന ഉദ്ദേശം. ഒരു 2 മാസം മുന്നേ വരെ, ഇന്ന് 22 ഒക്ടോബർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ജൂൺ ജൂലൈ ആ കാലഘട്ടത്തിൽ എനിക്കൊന്ന് മെൻ്റലി ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയിപ്പോയി. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച, ഈ ജീവിതത്തിൽ നരകം എന്തെന്ന് കണ്ട ഒരു സിറ്റുവേഷനായിരുന്നു അത്. കാരണം അത്രയധികം ഡിപ്രഷൻ അടിച്ചിട്ട് അവനവനോട് തന്നെ സംസാരിച്ച് ജീവിതത്തിൽ എങ്ങും എത്തില്ല എന്നുള്ളൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറച്ചു പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നായിരുന്നു. അപ്പോൾ ആ അവസരം ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതാണ്. അത് വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുമായിട്ട് കോൺവേഴ്സ് ചെയ്യുന്നത്, ലോകവുമായിട്ട് കോൺവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജീവിതം തന്നെ എന്താ പറയുക, എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇതേപോലെ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് വളരെ ഉപകാരത്തിൽ വരും. അപ്പോൾ അതിനെന്തെല്ലാം ടിപ്സോ ട്രിക്സോ അല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഡിസിപ്ലിൻ കൊണ്ടുവരിക ജീവിതത്തിൽ. ഒരു ജീവിതശൈലി രോഗമായിട്ടാണ് ഒട്ടുമിക്ക കേസസിലും ഡിപ്രഷൻ മാറാറ്. അപ്പോൾ നല്ലൊരു ചിട്ടയായ ഒരു ജീവിതക്രമം കൊണ്ടുവരിക, രാവിലെ എഴുന്നേൽക്കുക, നടക്കുക. അതേപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നവരോട് മാത്രം സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോലിയിൽ ആത്മാർത്ഥത എത്രത്തോളം കൊടുക്കാൻ പറ്റുക അത്രത്തോളം കൊടുക്കുക. അതിന് മുകളിലേക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. അതാണ് എന്താ പറയുക, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. കാരണം 9 മണിക്കാണ് എന്ന് പറയണമെങ്കിൽ അതൊരു 8:30 തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളുണ്ട്. അപ്പോൾ ആ അൽഹംദുലില്ലാ നമുക്ക് വളരെയധികം പ്രചോദനമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ യൂണിവേഴ്സിനെ തന്നെ ഷേപ്പ് ചെയ്യുന്ന ഒരു കാര്യം. ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് പല പല നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതേപോലെ ദൈവത്തിൻ്റെ തീരുമാനങ്ങളിലും. അപ്പോൾ ഈ നിയമങ്ങൾ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമെങ്കിൽ മാത്രമാണ് ആ നിയമത്തിനനുസരിച്ച് നമുക്ക് പോകാനും സാധിക്കുള്ളൂ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ലോ ഓഫ് മണിക്കൊരു ലോ ഉണ്ട്, അതേപോലെ കോസ് ആൻഡ് എഫക്റ്റ് ലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളത്, ആ താല്പര്യമുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നല്ല ഡിസിപ്ലിനും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സ്കില്ലാണെങ്കിൽ 21 ദിവസം എടുക്കും ഒന്ന് പഠിച്ച് സെറ്റായി വരാനായിട്ട്. അല്ലാത്ത കുറേ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ജീവിതാനുഭവങ്ങളിൽ കൂടെ പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയിക്കണം, എല്ലാവരും വിജയിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നതും അതേപോലെ ഹോക്കറാസ് എന്ന എൻ്റെ കൃതി രചിച്ചുകൊണ്ടിരിക്കുന്നതും. അത് പുറത്തു വരുന്ന, പബ്ലിഷ് ചെയ്യപ്പെടുന്ന ആ സമയത്ത് അതിൻ്റെ ഒരു വ്യാപ്തി എന്താണെന്നുള്ളത് എല്ലാവർക്കും കണ്ടറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനത് ഫസ്റ്റ് ഫോർമാറ്റ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷിലാണ്. അപ്പോൾ അത് ഞാനല്ല എഴുതുന്നത്, ലിറ്ററേച്ചർ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നൊരു ആളാണ് അത് എഴുതുന്നത്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഗുണകരമായിട്ടുള്ളൊരു വീഡിയോ അല്ല, ഒരു പ്രസൻറ്റേഷനായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ബൈപ്പോളാർ ഡിസോർഡർ, ഞാനിത് എടുത്ത് പറയുകയാണ്, ബൈപ്പോളാർ എഫക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെ ഉള്ള ഡിസോർഡർ ഉള്ളവർ, ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ കാണാം. വീഡിയോ ഡെയിലി വരുന്നതാണ്. ആ ഡെയിലി വരുന്ന വീഡിയോയിൽ എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ് എന്നിലുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഞാൻ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ആ മരുന്നുകൾ എനിക്ക് വളരെയധികം ഉപകാരത്തിലാണ് വരുന്നത്. ആ മരുന്നുകൾ ഒരിക്കലും എൻ്റെ ശരീരത്തിനെയോ മനസ്സിനെയോ തളർത്തുന്നില്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനതിനെ എനിക്ക് അമൃതിന് തുല്യമായിട്ടാണ് കാണുന്നത്. കാരണം അത് കഴിക്കും തോറും ഞാൻ അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കതിനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ മരുന്നുകൾ കഴിക്കുന്നവരുണ്ട്, അങ്ങനെ മരുന്ന് വളരെ വിരക്തിയായിട്ട് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടായി എനിക്ക് പറയാനുള്ളത്, ആ മരുന്ന് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടിട്ട് അതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും നമുക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയില്ല. അത് കണ്ടിട്ടായിരിക്കും ഡോക്ടർമാർ മരുന്നുകൾ എഴുതി തരുന്നതല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രയധികം കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ബി ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ ചെന്നിരിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് നമുക്ക് ഹാപ്പി ആവാൻ സാധിക്കില്ല. നമ്മൾ വളരെയധികം ഡിപ്രസ്ഡ് ആയി പോകും. ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഇബ്ലീസിൻ്റെ കൂടാണെന്നാണ് പറയുക. അപ്പോൾ ചെകുത്താനെ എന്തിനാണ് കൂട്ടിന് വിളിച്ചിരുത്തുന്നത്? നമ്മൾ ഇത്തിരി പോസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പോസിറ്റിവിറ്റി കിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഹോക്കറാസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.